ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം, അതാണ് നമ്മുടെ ചിന്താ വിഷയം. വാഗ്ദത്തം, പരിശുദ്ധാത്മാ എന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് യാചിക്കണം. ലൂക്കോസിന് ശേഷം 11-ാം അധ്യായത്തിൽ നാം ഒരു മനോഹരമായ സംഭവം കാണുന്നുണ്ട്, ഒരു ഉപമ കാണുന്നുണ്ട്. ഉപമ കർത്താവ് ഈ ആർത്തി കൊണ്ട് യാചിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ഒരു ഉപമയാണ്. അത് നമുക്ക് വായിക്കാം. 11-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരയണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവനെ കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഒരു മനുഷ്യൻ, നല്ല മാന്യനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിടയ്ക്ക് ഒരു അതിഥി വരാറുണ്ട്. അതിഥി യാത്ര പോകുന്ന മനുഷ്യനാണ്. യാത്ര പോകുന്നതിനിടയ്ക്ക് ഈ വീട്ടിൽ കയറും. ഒരു സ്നേഹിതനാണ്. ആ വീട്ടിൽ കയറും. നല്ല ഉറപ്പുണ്ട്, ആ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കിട്ടും, ഇനി യാത്ര ചെയ്യാനുള്ള ആഹാരത്തിനുള്ള മാർഗം കിട്ടും, വിശപ്പ് മാറും. അത് പതിവാണ്. ഇതേ ആ വീട്ടുകാരൻ്റെ തൊട്ടടുത്ത് ഒരു സമ്പന്നനായ വീട്ടുകാരനുണ്ട്, സമ്പന്നനായ മനുഷ്യൻ. ഈ അതിഥി ഒരു ദിവസം രാത്രിയായി, പാതിരിയായി തോന്നുന്നു, അതിഥി അവിടെ വന്നു. അതുപോലെയാണ്, ആ സ്വാതന്ത്ര്യത്തോടുകൂടി തോന്നുന്നു. വീട്ടുകാരൻ സ്തംഭിച്ചു പോയി. ശിവ കഷ്ടം, ഇന്ന് ഈ അതിഥിക്ക് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. എന്ന് വന്നാലും ആഹാരം കൊടുക്കാറുണ്ട്. ഈ നട്ടപ്പാതിരിക്ക് വന്നാൽ ഇനി എന്ത് കൊടുക്കും? വിഷമിച്ചു. എന്താ പോകാൻ വഴി? വിഷമിച്ച് നിന്നാൽ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, കുളിച്ചിട്ട് വാ, ഭക്ഷണം കഴിക്കാം. ഭക്ഷണം അവിടെ ഇല്ല. പിന്നെ അങ്ങനെ പറയാൻ കാരണം, കുളിച്ചിട്ട് വാ. അതിഥി കുളിക്കാൻ പോയി. ആ സമയത്ത് പിറകിലെ വാതിൽ കൂടി അയൽപക്കത്തേക്ക് ഓടി. അയൽപക്കത്ത് സമ്പന്നനായ ഒരു മനുഷ്യനുണ്ടല്ലോ, സമ്പന്നനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. വാതിൽക്ക് മുട്ടി. ഉറങ്ങിക്കിടക്കുകയല്ലേ, വാതിൽക്കൽ മുട്ടി. തിരുതിരി മുട്ടിയപ്പോൾ അദ്ദേഹം കിടക്കുന്ന എഴുന്നേക്കാതെ പറഞ്ഞു, ആരാ മുട്ടുന്നത്? അതായത് ഞാനാണ്. എന്താ എന്നെ കാര്യം? എൻ്റെ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്. എന്ന് വരുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പാതിരിയായി, വീട്ടിലൊന്നുമില്ല, ഇനി ഒന്ന് സഹായിക്കാമോ? ഞാൻ ഇപ്പോൾ ഒരു നിർവാഹവുമില്ല. കാരണം ഞാൻ ഉറക്കമായി സാറില്ല, ഞാൻ ഉറക്കം തെളിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെൻ്റെ കൂടെ കിടക്കുന്നു. ഈ മക്കൾ അവർ ഉറക്കം തെളിയും ഞാൻ എഴുന്നേറ്റാൽ. പിന്നെ ബഹളമാകും, കരച്ചിലാകും, വിഷമാകും. അത് പറ്റില്ല കേട്ടോ, വേണ്ട, അപ്പോൾ നിങ്ങൾ പോയിക്കോ, നിൽക്കണ്ട. പക്ഷേ ഇദ്ദേഹത്തിന് പോകാനൊക്കെ പറ്റില്ല. അവിടെ അതിഥി കുളിച്ച് വരുമ്പോഴേക്കും ആഹാരം കൊടുക്കണം. എന്തു ചെയ്യും? വീണ്ടും മുട്ടി. സ്നേഹിത പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോ, കുട്ടികൾ എൻ്റെ കൂടെ കിടക്കുന്നു, തരാൻ കഴിവില്ല കേട്ടോ, മാർഗമില്ല. പിന്നെയും മുട്ടിയപ്പോൾ പറഞ്ഞു, അയ്യോ, ഞാൻ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് എഴുന്നേറ്റാൻ കഴിവില്ല, നിർവാഹമില്ല, അതുകൊണ്ടാണ്, നിങ്ങൾ പൊയ്ക്കോ. പിന്നെയും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ വാതിലങ്ങ് തുറന്നിട്ടേക്കാം, അകത്ത് ചെന്ന് അവിടെ കബോർഡിൽ ആഹാരമൊക്കെ ഇരിപ്പുണ്ട്, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, എനിക്ക് ഒരു 3 അപ്പം തന്നാൽ മതി. 3 അപ്പം വായ്പ തരണം, വായ്പയായിട്ട് തന്നാൽ മതി. അതൊക്കെ ശരി, പക്ഷേ ഉണ്ട്, 3 അല്ല, ഇഷ്ടം പോലെ എടുക്കാം. നിങ്ങൾ അവിടെ അകത്ത് കബോർഡിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോണ്ട് പോയിക്കോ, വേണ്ടുന്നുള്ളത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റില്ല. അദ്ദേഹം ആ കുട്ടികളുടെ കൂടെ തന്നെ കിടന്നു. ഈ യാചകനെ പോലെ ചെന്ന മനുഷ്യൻ അകത്ത് ചെന്നു. അത് എല്ലാം ആവശ്യമുള്ളത്ര, 3 അപ്പമേ ചോദിച്ചുള്ളൂ, ആവശ്യമുള്ളത്ര എല്ലാം കൊണ്ടുവന്നു അതിഥിക്ക് കൊടുത്തു. അതിഥിയെ സൽക്കരിച്ചു. സന്തോഷമായി. അർദ്ധരാത്രിയിൽ ചെന്ന് മുട്ടി. അത് പറഞ്ഞിട്ടാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞത്. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും,
മുട്ടി നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പിച്ച് നിങ്ങൾ കണ്ടെത്തും. ഈ ഉപമ പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മുട്ടിപ്പാട്ടി യാചിക്കണം. എന്തിനു വേണ്ടിയാണ്? IELTS പാസ്സാകണമെന്നല്ല, OET പാസ്സാകണമെന്നല്ല, വിദേശത്ത് ജോലി കിട്ടണമെന്നല്ല, അതല്ല. മുട്ടിപ്പായി പറയും ആത്മാവിനെ തരണം. അതേപോലെ ബേസിസ് വേണം. ആത്മാവിനെ കിട്ടിയാൽ മറ്റ് വേണ്ടതൊക്കെ കിട്ടിക്കൊള്ളും. പരീക്ഷ പാസ്സാകും. ഒരു ആൾ വിളിച്ചു, സാറേ ഞാൻ എഴുതി അത്ഭുതം, എനിക്ക് OET പാസ്സാകാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. വളരെ നല്ലത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വേറൊരാൾ പറഞ്ഞു, സാറേ 7 പ്രാവശ്യം ഞാൻ തോറ്റതായിരുന്നു, ഈ പ്രാവശ്യം ഞാൻ എഴുതി, ഈ പ്രാവശ്യം എനിക്ക് അത് കിട്ടി, പക്ഷേ ഒരു കുഴപ്പമായിരുന്നു, ആദ്യം അത് ശരിയായില്ല, പിന്നെ ഞാൻ റീവാലുവേഷൻ കൊടുത്തു, കിട്ടി. സ്തോത്രം. ആയിരിക്കാമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ വാട്സാപ്പിൽ മെസ്സേജിൽ ആളെ അറിയാൻ പാടില്ലല്ലോ, നമ്പറിലല്ലേ കിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മുട്ടിക്കൊണ്ടേയിരിക്കുക, കിട്ടാതെ മാറില്ല. അടിസ്ഥാനം ഉറപ്പിക്കണം. ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനം, നിത്യനായ ദൈവത്തിൻ്റെ അടിസ്ഥാനം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് നാം മുഹൂർത്തപ്പെടട്ടെ. അനുഭവങ്ങളുണ്ട് കേട്ടോ, അനുഭവങ്ങൾ ധാരാളം അനുഭവങ്ങളുണ്ട്, ധാരാളം അനുഭവങ്ങൾ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. കർത്താവ് എനിക്ക് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞാൽ തീരില്ല. അനുഭവങ്ങൾ, വലിയ അനുഭവങ്ങൾ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, നിങ്ങൾ വിശ്വസിക്കൂ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടണം. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിട്ടാണ് നാം ഓരോ വിഷയം പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് നടന്നിരിക്കും. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടാതെ നാം ഈ റിസൾട്ട്, അതിൻ്റെ ഫലം, പരീക്ഷ പാസ്സാകണം അല്ലെങ്കിൽ ജോലി കിട്ടണം എന്നുള്ളത് പറഞ്ഞ പറ്റില്ല, അതിൻ്റെ കടം മാറണം പറഞ്ഞ പറ്റില്ല, അതുകൊണ്ട് കാര്യമില്ല. ആദ്യം ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നണം. നിങ്ങൾക്കൊരു മാനസാന്തരം കിട്ടണം. നിങ്ങൾ വീണ്ടും ജനിക്കണം. നിങ്ങളുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ മരിക്കണം. സ്തോത്രം. പഴയ മനുഷ്യൻ മരിക്കണം. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമുള്ളവനായി ജീവിക്കുക. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം കർത്താവിനോട്, കർത്താവേ, എനിക്ക് ഒന്നാമത്തെ കാര്യം യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റു കാര്യങ്ങൾ ഞാൻ പുറയിലേക്ക് മാറ്റി വയ്ക്കുന്നു. പിന്നെ എനിക്ക് എന്തെല്ലാം നല്ലത് ആവശ്യമെന്നുള്ളത് നിനക്കറിയാം, നീ തരികയും ചെയ്യും, എനിക്കറിയാം, നല്ല ഉറപ്പാണ്. മക്കളുടെ കാര്യം അപ്പം നോക്കുകയില്ലേ? ഞാൻ നിൻ്റെ മകനായി തീരുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കർത്താവേ, ഞാൻ നിൻ്റെ മകളായി തീരുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മകളായി തീരുക, മകനായി തീരുക. എല്ലാം പഴയ മനുഷ്യൻ മരിച്ചു. സ്തോത്രം. പഴയ മനുഷ്യൻ തീർന്നു. പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. പഴയ മനുഷ്യൻ മരിക്കണം. പഴയ ആളത്വം മരിക്കണം. പഴയ സ്വഭാവം മരിക്കണം. പഴയ ജഡീക പ്രകൃതി മരിക്കണം. പഴയ മനോഭാവം മരിക്കണം. മുട്ടിപ്പായി പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചേ പറ്റൂ. 3 അപ്പം വായ്പ തരണമേ. സ്തോത്രം. ഏതൊക്കെയായിരിക്കും 3 അപ്പം? ഞാൻ ചിന്തിച്ചു, വേദപുസ്തകം വായിക്കാൻ നോക്കിയിപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു, ദൈവസ്നേഹം 1, കർത്താവിന് സ്തോത്രം 2, കർത്താവിൻ്റെ വിശുദ്ധി 2, 3 കർത്താവിൻ്റെ വിശ്വാസം മതി. ദൈവസ്നേഹം, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തോടുള്ളതായ സ്നേഹം, ദൈവത്തിൻ്റെ വിശുദ്ധി, ഇതിലുള്ള വിശ്വാസം. 3 അപ്പം വായ്പ തരണം. ഈ 3 അപ്പം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പറന്ന് ഉയരാം, പറന്ന് പോകാം. സ്തോത്രം. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, സത്യം. കാരണം എനിക്കറിയാം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങളുടെ സ്നേഹമുണ്ടെന്ന് പിന്നെ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ധരിച്ചിട്ടില്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ല. നിങ്ങളുടെ പ്രശ്നം യേശു കാണുന്നുണ്ട്. മോനെ, നിൻ്റെ കടഭാരം യേശു കാണുന്നുണ്ട്. മോളെ, നിൻ്റെ ഹൃദയത്തിലെ വേദനകൾ യേശു കാണുന്നുണ്ട്. കുഞ്ഞെ, നിനക്ക് നിൻ്റെ മക്കളെക്കുറിച്ചുള്ള അവരെ ദൈവം കാണുന്നുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നവൻ വിശ്വസിക്കൂ. നിങ്ങൾ അവനെ വിശ്വസിക്കൂ, അവൻ പ്രവർത്തിക്കും. സ്തോത്രം. ഞാൻ നിവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും. ആര് തടുക്കും? കർത്താവ് ചോദിക്കാം, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? റോമർ ലേഖനം 8-ാം അധ്യായം ലാസ്റ്റ് പാരഗ്രാഫ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ദൈവം അനുകൂലമാകണം. അങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ദൈവം അനുകൂലമാകത്തക്കണമാണോ? ദൈവത്തിന് പ്രസാദമില്ലാത്ത പലതും ജീവിതത്തിലില്ലേ? ഇന്ന് ഉൾപ്പോരുകളില്ലേ? ഇന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? ഇന്നും ഇഷ്ടക്കേടുകളില്ലേ? ഇന്ന് ഞാനാണ് മുമ്പെന്നുള്ള ഭാവമില്ലേ? ഇന്ന് ഞാനാണ് വലിയവനെന്നുള്ള ഭാവമില്ലേ? എനിക്ക് എല്ലാവരും എന്നെ മാനിക്കണമെന്നുള്ള ആഗ്രഹമില്ലേ?
എല്ലാവരുടെ മുമ്പിൽ നല്ല പിള്ളയാണെന്നുള്ള ഒരു പേര് കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? ദൈവം അനുകൂലമാവില്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാര്. നമ്മുടെ സ്വഭാവത്തിലുള്ള പ്രകടമായ ഭാവമെന്ന് വരും എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആത്മാവിനോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല, ആത്മാവിനോട് ചേർന്ന് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആത്മാവിനോട് ചേർന്ന് പോകണം, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പോകണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ ദൈവത്തെ ഞങ്ങൾ എഴുതാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആളുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചൽ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. എന്തെല്ലാം വന്നാലും എൻ്റെ യേശുവിനുള്ള സ്നേഹത്തിൽ ഞാൻ മാറുകയില്ല. എന്തെല്ലാം നഷ്ടം വന്നാലും ശരി ഞാൻ മാറുകയില്ല. എന്തെല്ലാം സംഭവിച്ചാലും ശരി യേശുവിനുള്ള സ്നേഹത്തിൽ ഞാൻ മാറുകയില്ല. അപ്പോസ്തലൻ്റെ ഉറപ്പതാണ്. എന്ത് വന്നാലും, മരണമോ ജീവനോ എന്ത് വന്നാലും, എന്ത് സംഭവിച്ചാലും, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് സംഭവിച്ചാലും ഞാൻ പുറകോട്ട് മാറില്ല. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വരണം. യേശു നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾ കിട്ടണം. യേശു എൻ്റെ കാര്യം അറിയുന്നുള്ള ഉറപ്പ് നിങ്ങൾ കിട്ടണം. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരു അപ്പനുണ്ടെന്നുള്ള ഉറപ്പ് കിട്ടണം. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പ് കിട്ടണം. എനിക്കൊരു നാഥൻ ഉണ്ടെന്നുള്ള ഉറപ്പ് കിട്ടണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരു ഉടമസ്ഥൻ ഉണ്ടെന്ന് ഉറപ്പ് കിട്ടണം. യേശു ക്രിസ്തുവിൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് ഉടയവനായിട്ടുണ്ട്. സ്തോത്രം. ഈ ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നല്ല പുതുപുഞ്ചിരിയോടെ നമുക്ക് ഓടാം, മുന്നോട്ട് ഓടാം. അപ്പോൾ ഒരു പക്ഷേ ഓടുന്ന സമയത്ത് തെന്നിപ്പോയാൽ പിടിച്ച കർത്താവ് വലങ്കരത്തിൽ പിടിച്ചോളും, താഴെ വീഴാതെ നോക്കിക്കോളും. വഴുവഴുപ്പുള്ള ഭൂമിക്കല്ലേ ഓടുന്നത്, വഴുവഴുപ്പുള്ള ഭൂമി, വീഴാം, തെന്നിപ്പോയി എന്ന് വരാം. ഈ വഴി ഇടുക്കമുള്ള വഴിയാണ്, വിശാലമായ വഴിയിൽ കൂടെ ഇടയ്ക്ക് മാറിപ്പോയി എന്ന് വരാം. ഉടനെ കർത്താവ് പിടിച്ച് കൊണ്ടുവന്ന് ചിലപ്പോൾ 2 അടി കൊണ്ടുവന്ന് ശരിയായ വഴിയിൽ നിർത്തും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അനുഗ്രഹീതമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ക്രിസ്തീയ ജീവിതം മധുരമാണെന്ന് തോന്നുന്നുണ്ടോ? സ്തോത്രം. അനുഗ്രഹീതമാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ കാര്യമെല്ലാം യേശുവിനെ ഏൽപ്പിക്കാൻ പറ്റും. സ്തോത്രം. നമ്മുടെ കൂട്ടായ്മ ക്രിസ്തുവിനെ ഏൽപ്പിക്കാൻ പറ്റും. കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നവരെ ഏൽപ്പിക്കാൻ പറ്റും. ദൈവത്തിന് മനസ്സ് വിഷമിച്ച് കഴിയുന്നവരെ ഏൽപ്പിക്കാൻ പറ്റും. സ്തോത്രം. സങ്കടത്തിൽ ഭാരത്തിൽ വിഷമിച്ച് കഴിയുന്നവരെ ഏൽപ്പിക്കാൻ പറ്റും. മുന്നോട്ട് ഗതിയില്ലാതെ വലഞ്ഞു പോകുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ പറ്റും. എങ്ങനെ പറ്റും? എങ്ങനെയാണ് സാധിക്കുന്നത്? യേശു എൻ്റെ സ്വന്തമാണ്. യേശുവിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിരിക്കും, ദാനമായി തന്നിരിക്കും. അതുകൊണ്ടാണ് ദൈവം നമുക്ക് അനുകൂലമാണ്. അതാണ്, ദൈവം അനുകൂലമായിരിക്കണം. പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാകത്തക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് അനുകൂലമാകത്തക്കമുള്ള മനോഭാവമാണ് നിങ്ങൾ പുലർത്തുന്നത്? ദൈവം എനിക്ക് അനുകൂലമെന്ന് ചിന്തിക്കത്തക്കവണ്ണം നിങ്ങളുടെ മനോഭാവം ക്രിസ്തുവിനോട് അനുരൂപമായി വരുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനും ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങൾക്ക് ഒത്തതാണോ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം? അവിടെയാണ് തിരുത്തേണ്ടത്. അത് തിരുത്തണം. ദൈവത്തിന് സ്തോത്രം. ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്ന്, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. വന്ന് ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. അലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ. എന്നിലശുദ്ധനും ചേരയില്ലാത്തോനും ചേർന്നു വരികയില്ല. എന്നിലശുദ്ധനും ചേരയില്ലാത്തോനും ചേർന്നു വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഈ ദിന മക്കൾക്ക് യേശുവിനെ കാണാൻ കൃപ കിട്ടണമേ എന്ന്. കർത്താവേ, ഈ മക്കൾക്ക് യേശു നല്ലവനാണെന്ന് അനുഭവിക്കാൻ കൃപ കിട്ടണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴൊന്നും മനസ്സിലാകുന്നില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, പലതും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സടഞ്ഞിരിക്കുന്നു. പല ചിന്താക്കുഴപ്പങ്ങൾ, ചിന്താകുലങ്ങൾ, ഭാരങ്ങൾ, ആകുലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പലതരത്തിലുള്ളതായ ആവലാതികൾ, സങ്കടങ്ങൾ, നൈരാശ്യങ്ങൾ പലരും വല ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ഒരുപക്ഷേ ഇന്ന് ചിലർ ഇവിടെ വന്നിരിക്കുന്നവരാരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുവന്നവരുണ്ടോ? ആത്മഹത്യ ചെയ്യാനായിട്ടിരുന്നു, പക്ഷേ ആരോ നിർബന്ധിച്ചു, എന്നാൽ ഒന്ന് ഈ ദിവസം വചനം കേട്ടിട്ട് വന്നിട്ട് ആത്മഹത്യ ചെയ്യാം, അങ്ങനെ വിചാരിച്ചവരുണ്ടോ? എനിക്കറിയാൻ പാടില്ല, എൻ്റെ കർത്താവിനറിയാം. മരിച്ചാൽ മതി എന്ന് ഓർക്കുന്നവരുണ്ടോ? അയ്യോ, ഈ നാശം പിടിച്ച വീട്ടിൽ നിന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു ചിന്തിക്കുന്നവരുണ്ടോ? മക്കളെല്ലാം എതിരെ, ഭർത്താവും എതിരെ. എന്തു ചെയ്യും? ഞാൻ ഇനി ജീവിക്കണ്ട, ചത്തുകളയാം. ഭർത്താവ് എതിരെന്ന് മാത്രമല്ല, ഭർത്താവ് വേറൊരു സ്ത്രീയായിട്ട് ബന്ധത്തിൽ കഴിയുന്നു. എൻ്റെ ദൈവമേ, ഞാൻ വഴി മുടക്കണ്ട, ഞാൻ മാറിയേക്കാം. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളിലും മനസ്സ് നൊന്ത് വിങ്ങുന്നവരുണ്ടോ? നിരാശയിൽ ആണ്ടുപോയവരുണ്ടോ? ഉണ്ട് പ്രിയരെ, ഉണ്ട്. നിങ്ങൾ പലരും ഉണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്. സ്തോത്രം. ആരെല്ലാമാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ എൻ്റെ യേശുവിനറിയാം. നൈരാശ്യം മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. ആത്മാവ് വന്നാൽ നൈരാശ്യം മാറും. ആത്മാവ് വന്നാൽ ഭയം മാറും. പരിശുദ്ധാത്മാവ് വന്നാൽ ഭയപ്പാട് മാറും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ? ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആശിക്കുകയാണ് ഈ അനുഭവം നിങ്ങൾ പ്രാപിക്കണമെന്ന്. ഈ നല്ലവനായ യേശുവിനെ നിങ്ങൾ രുചിച്ചറിയണമെന്ന്. യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ രുചിച്ചറിയണം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം. ഞാൻ എന്തിനാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്? എനിക്കറിയാം, ഞാൻ ഒരു പരീക്ഷനെ പോലെ ജീവിച്ചപ്പോൾ യേശുവിനെ സ്നേഹിച്ചിരുന്നു. ഞാൻ എല്ലാം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ദൈവരാജ്യത്തിന് അർഹനാണ് എന്നൊക്കെ ചിന്തിച്ച കാലം. പ്രകടമായ പാവമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രകടമായി വേണ്ടതിനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനന്ന് ചിന്തിച്ചിരുന്നു, ഞാൻ ദൈവരാജ്യത്തിൽ പോകും, സംശയമൊന്നുമില്ല, ഉറപ്പായിരുന്നു. പക്ഷേ വചനം കേട്ടപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കിടക്കുകയില്ല ദൈവരാജ്യത്തിൽ. ഞാൻ ദൂരെയാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. വളരെ ദീർഘമായിട്ട് ഇനി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി വചനം കേട്ടപ്പോൾ. വചനത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ, വചനത്തിൻ്റെ ശബ്ദവാതിൽ ഹൃദയത്തിൽ മുഴങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ പരമദരിദ്രനാണെന്ന്. ആത്മീയമായിട്ട് ഒന്നുമില്ലെന്ന് മനസ്സിലായി. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കർത്താവിന് സ്തോത്രം. ആ കാലങ്ങൾക്ക് എന്ത് മനോഹരമായിരുന്നു. വചനം കേട്ട കാലങ്ങൾ, വചനം കേൾക്കാൻ ഓടിയ കാലങ്ങൾ, വചനം കേൾക്കാൻ ആർത്തി കൊണ്ട് പാഞ്ഞ കാലങ്ങൾ. സ്തോത്രം. അനുഗ്രഹീതരായ ദേവദാസന്മാരുടെ വചനം കേൾക്കാൻ ഞാൻ ഏറ്റവും മുൻപ് വന്നിരിക്കും. മുമ്പ് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഏറ്റവും മുമ്പ് ഞാനിരിക്കും. ഏറ്റവും മുമ്പ് എൻ്റെ വേദപുസ്തകമായിട്ട് ഒരു നോട്ട് ബുക്ക് ഉണ്ട്. അന്ന് എഴുതി വെച്ച നോട്ടൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അനുഗ്രഹീതരായ ദേവദാസന്മാർ പറഞ്ഞ പ്രസംഗങ്ങളുടെ നോട്ടുകൾ അന്ന് ഞാൻ കുറിച്ചെടുത്തത് അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എന്തൊരു അനുഭവങ്ങളായിരുന്നു അതെല്ലാം. സ്തോത്രം. ഞാൻ അവരെയെല്ലാം മാനിക്കുന്നു. വാങ്ങിപ്പോയ വിശുദ്ധന്മാരായ ദൈവമക്കളെയെല്ലാം ഞാൻ മാനിക്കുന്നു. അവർ തന്നതായ ഉപദേശങ്ങളെ ഞാൻ മാനിക്കുന്നു. സ്തോത്രം. എൻ്റെ കർത്താവ് എന്തെല്ലാം മഹാഭാഗ്യങ്ങളാണ് കർത്താവ് എനിക്ക് തന്നത്. ദൈവമക്കളുടെ കൂട്ടായ്മ തന്നു. കൂട്ടായ്മ. ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറപ്പ് തന്നു. ഞാൻ ഒറ്റയ്ക്കല്ല. അതൊരു ഭാഗ്യമല്ല. യേശു കൂടെയുണ്ട്. പോരാ, യേശുവിൻ്റെ മക്കളും കൂടെയുണ്ട്. യേശു കൂടെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ പ്രിയപ്പെട്ടവരും കൂടെയുണ്ട്. അതാണ് ഉറപ്പ്. ഞാൻ ഏകാഗിയല്ല. ഏകാഗിയായിരുന്നു. അപ്പം മരിച്ചുപോയി, ചേട്ടന് മരിച്ചുപോയി, ഞാനും എൻ്റെ അമ്മയും പെങ്ങളും മാത്രം. ഏകാഗിയായിരുന്നു. സ്തോത്രം. എവിടെയോ ഞാൻ എനിക്ക് വായിച്ചു ഏകാന്തപഥികനെന്ന്. ഏകാന്തപഥികൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ. വായിച്ചു. ഞാൻ ഇത് എൻ്റെ കാര്യമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. ഇതെൻ്റെ കാര്യമാണല്ലോ. ഒറ്റയ്ക്ക് യാത്ര, ആരുമില്ല കൂടെ, ഒറ്റയ്ക്ക് യാത്ര, ഏകാന്തപഥികൻ. സ്തോത്രം. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കും, എനിക്ക് ആരുമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടോ ഇവിടെ? ഈ വാക്കുകൾ കേൾക്കുന്നത്, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ എനിക്ക് ആരുമില്ല, എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ല, എൻ്റെ വേദനയിൽ പങ്കുചേരാൻ എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല, എന്നോട് വാസ്തവമായി സഹതാപത്തോടെ നോക്കുന്നവന് ആരുമില്ല എന്നുള്ള ചിന്തയുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് നിങ്ങളോട് പറയുന്നു, മോനെ, നിരാശ മാറ്റി കളയുക, നിനക്ക് ഞാനുണ്ട്. 38 കൊല്ലം തലവാദം ബാധിച്ച് കിടന്ന മനുഷ്യൻ്റെ ഇടയിലേക്ക് യേശു കടന്നു ചെന്നു. 38 കൊല്ലം അസുഖമായിട്ട് കിടക്കുക, എഴുതിട്ട് നടക്കാൻ വയ്യ. ആരെങ്കിലും വേണം അവനെ കുളത്തിലാക്കാൻ, വെള്ളം കലക്കുമ്പോൾ കുളത്തിലാക്കാൻ ആരെങ്കിലും വേണം. ആരുമില്ല. സൗഖ്യമാകാൻ മനസ്സുണ്ടോ?
അത് എനിക്ക് മനസ്സുണ്ടായിരുന്നിട്ടല്ല, എന്നെ കുളത്തിൽ വെള്ളം കലങ്ങുമ്പോളാക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും ആരെങ്കിലും ഇറങ്ങി കഴിയും. കാര്യം വെള്ളത്തിൽ കുളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നതിന് സൗഖ്യം കിട്ടും, എനിക്കറിയാം. പലരും സൗഖ്യം പ്രാപിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, സൗഖ്യം പ്രാപിച്ച് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരുമില്ല, എനിക്കൊരു കൈത്താങ്ങൽ തരാൻ എനിക്കാരുമില്ല, എനിക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. സ്തോത്രം. ഒരു പെൺകുട്ടി എനിക്ക് എഴുതി, സാറേ എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയുമില്ല. ഞാനൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ ആരോടാണ് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് സാറിനോട് ചോദിക്കുകയാണ്, ഞാൻ ഈ എന്തിനാണ് അവിടെ പഠിക്കേണ്ടത്? സ്തോത്രം. അപ്പനുമില്ല, അമ്മയുമില്ല, എനിക്ക് ആരുമില്ല. ഞാൻ ആരോടാണ് ചോദിക്കുന്നത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആരുമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് ആരുമില്ലാന്ന് തോന്നുന്നുണ്ടോ? പ്രശ്നം കാണാൻ ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? വേദന കാണാൻ ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ? മക്കളെ, ഞാൻ പറയട്ടെ, എനിക്ക് ആരുമില്ല നിങ്ങൾ പറയുമ്പോൾ യേശു എന്ന് പറയും, നിനക്ക് ഞാനുണ്ട്. മതിയല്ലോ, മതി. സെൻറ്റ് പോളിറ്റിക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ രോഗം വല്ലാതായിരിക്കുന്നല്ലോ, കർത്താവേ മാറ്റി തരാമോ ഈ രോഗം? കർത്താവേ എനിക്ക് വചനശുശ്രൂഷയ്ക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ, കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോഴും വചനം പറയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, കഠിനമായ കണ്ണുവേദന. അങ്ങനെയാണ് പിതാക്കന്മാർ പറയുന്നത്. വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് കണ്ണിലായിരുന്നു രോഗമെന്ന്. കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. കർത്താവേ എനിക്കിത് ഈ രോഗം മാറ്റി തരാമോ? ഞാൻ യാത്ര ചെയ്യുന്ന മനുഷ്യനല്ലേ, പകൽ കൂടാരപ്പണി, രാത്രി സുവിശേഷവേല. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തൊക്കെ പോകുന്നു. കർത്താവേ എനിക്ക് യാത്രയ്ക്കൊക്കെ ഒരു തടസ്സമാണല്ലോ കണ്ണിലിങ്ങനെ വെള്ളം നിറയുന്നത്. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയാം, ഉറപ്പാണ്. അത് മാറ്റി തരാമോ? കർത്താവ് പറഞ്ഞു, മോനെ എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി, തൽക്കാലം അത് മതി. എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദീ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി വലിയ തികഞ്ഞു വരുന്നു. എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ ആ ശബ്ദം കേട്ടിട്ടുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ മോനെ എന്ന് ചോദിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. നിൻ്റെ അരികത്ത് ഞാൻ നിൽക്കുന്നുണ്ടല്ലോ എന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ രക്തം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ രാജാധിരാജനെ എതിരേൽക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കാമോ? ഇപ്പോൾ യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്, കൃപയുമായി വന്നിട്ടുണ്ട്, സ്നേഹമായി വന്നിട്ടുണ്ട്, അനുഗ്രഹമായി വന്നിട്ടുണ്ട്, പ്രത്യാശയായി വന്നിട്ടുണ്ട്, നിരാശ മാറ്റാൻ വന്നിട്ടുണ്ട്, ആകുലം മാറ്റാൻ വന്നിട്ടുണ്ട്, കടത്തിൻ്റെ ഗടികൾ മാറ്റാൻ വന്നിട്ടുണ്ട്, ദുരിതങ്ങൾ മാറ്റാൻ വന്നിട്ടുണ്ട്, രോഗങ്ങൾ മാറ്റാൻ വന്നിട്ടുണ്ട്, ആവശ്യങ്ങൾ നിറവേറ്റാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, യേശുവിലേക്ക് നോക്കൂ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി വിലയിൽ തികഞ്ഞു വരുന്നു. അവലാദികളെല്ലാം മാറട്ടെ, ദുഃഖങ്ങളും ദുരിതങ്ങളും മാറട്ടെ, ആകുലങ്ങളും അവലാദികളും മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, നിങ്ങളുടെ നിരാശകൾ മാറട്ടെ, ദൈവത്തിന് ക്രോധവും കോപവും മാറട്ടെ, എല്ലാ അശുദ്ധിയും മാറിപ്പോകട്ടെ, അശുദ്ധ വികാരങ്ങൾ മാറിപ്പോകട്ടെ, അശുദ്ധമായ ആഗ്രഹങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ തിന്മയും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ കൃപ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവമായി യേശുവിൻ്റെ കൃപ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നിതാ യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യേശുവിനോട് പറയാൻ, കർത്താവേ അവിടുത്തെ കൃപ മാത്രം മതി, അവിടെ സാന്നിധ്യം മതി. യേശുവേ നിൻ്റെ കൃപ മതി, നിൻ്റെ സാന്നിധ്യം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. കർത്താവേ യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ മാത്രം മതി. എൻ്റെ നിരാശ മാറും, എൻ്റെ ദുശ്ശീലങ്ങൾ മാറും, എൻ്റെ ദുസ്വഭാവങ്ങൾ മാറും. യേശുവേ ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ കൃപ എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ നിറക്കണ്ണുകളോട് പ്രാർത്ഥിക്കൂ. യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ തരണമേ എന്ന് യാചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവമായി ഇന്നു മുതൽ പുതിയ ജീവിതം നയിക്കും തീരുമാനം ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ വാസ്തവമായും യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതമായിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം തന്നതിനായി സ്തോത്രം. മാലാഖമാർ കൂട്ടത്തോട് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കാവൽ ചെയ്യുവാൻ മാലാഖമാർ കാത്തു നിൽക്കുന്നതിനായി സ്തോത്രം. ദുരാത്മാക്കളെല്ലാം അകറ്റിയതിനായി സ്തോത്രം. ശാപങ്ങളും ശാപത്തിൻ്റെ ബന്ധങ്ങൾ അഴിച്ചതിനായി സ്തോത്രം. രോഗങ്ങളും രോഗത്തിൻ്റെ ബാധകളും മാറ്റിയതിനായി സ്തോത്രം. നൈരാശ്യവും ക്രോധവും മാറ്റിയതിനായി സ്തോത്രം. അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, നന്മയ്ക്ക് അടയാളം തന്ന് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.